ഹായ് ഹലോ ഗൈസ്, ഈ സെറ്റ് സാരി ഉടുത്തി അണിഞ്ഞൊരുങ്ങി പോകുന്നത് എൻ്റെ ഹോസ്പിറ്റലിലെ ഓണാഘോഷ പരിപാടിയായിരുന്നു ഈ മാസം 19-ാം തീയതി. ഓരോ ഫ്ലോറുകാരും ചേർന്നിട്ട് മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഞാൻ ഈ സെക്കൻഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഫ്ലോറിലെ ഓണാഘോഷ പരിപാടിയായിരുന്നത്. അതായത് ഇതുപോലെ മാവേലിയുടെ ഒരു വലിയ പിക്ചറൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് എൻട്രി ഇതായിരുന്നേ. പിന്നെ ഇതിനോട് അടുത്തായിട്ട് തന്നെ ഒരു ഊഞ്ഞാല് കെട്ടിയിട്ട് ഒരു ബൊമ്മ എഴുതിയിട്ടുണ്ട്. എനിക്കിതിലിരുന്ന് ആടണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പൊട്ടി വീണ എല്ലാവരും കൂടെ എന്നെ തല്ലിക്കൊല്ലൂലേ. ബൊമ്മയെ കുറച്ച് നേരം ആട്ടിയിട്ട് ഞാൻ പിന്നെ അടുത്ത് നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ അടുത്തോട്ടാണ് പോയത് കേട്ടോ. അത്തപ്പൂക്കളം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു അത്തപ്പൂക്കളമായിരുന്നേ. അതിനടുത്ത് നിന്ന് ഒരുപാട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതിന് തൊട്ടടുത്തായിട്ട് ഡാൻസ് കളിക്കുന്ന പിക്ചർ കൊണ്ടുള്ള ഒരു കാർഡ് ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് വിളക്ക്, എല്ലാത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് മാവേലിയുടെ വലിയൊരു ബാനർ വെച്ചിട്ടുണ്ട്. പിന്നെ പറയാതിരിക്കാൻ ഈ മുത്തുകൂടെ കറങ്ങിക്കോണ്ടിരിക്കുന്നത് ആര് ചെയ്തതാണെന്ന് അറിയത്തില്ല. ഫാനിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ വീണ്ടും അത്തപ്പൂക്കളത്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഇവരുടെ കൂടെ അത്തപ്പൂക്കളത്തിൻ്റെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട് കമ്പനി കൊടുത്തു കേട്ടോ. പൂക്കളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിട്ടൊക്കെ ഇരുന്ന് ചുറ്റിനിരുന്നിട്ടാണ് ഫോട്ടോയൊക്കെ എടുത്തത്. പിന്നെ ഞാൻ പോസ്റ്റ് ഓഫീസിലൊന്ന് എത്തി നോക്കാനായിട്ട് പോയതാണ്. തലയിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ യൂണിഫോം ഇട്ടോണ്ടിരിക്കുന്ന സഹോദരി മണികളെല്ലാം എന്താ സെറ്റ് സാരിയിൽ മിനിങ്ങുന്നു. വേറെ ഒന്നും നോക്കിയില്ല, അവരെ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയായിട്ട് എല്ലാവരും ചിരിച്ചോണ്ട് നിൽക്കുവാണ്. ചേച്ചിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തിനാണ് വിളിച്ചതെന്ന്. പിന്നീടാണ് മനസ്സിലായത് വീഡിയോ എടുക്കാനാണ്. എന്തിനൊന്നും മനസ്സിലായ വിട്ട് നിൽക്കുന്ന നിപ്പാണേ. പിന്നെ എൻ്റെ കൂടെ ഭയങ്കര വൈബായി. ഇവിടെ സജിത ചേച്ചി മഞ്ഞക്കോടി കഴുത്തിലിട്ട് കാണിച്ചപ്പോൾ അടുത്ത് ലാലി ചേച്ചി കയ്യിൽ കെട്ടിയാണ് കാണിച്ചത്. പിന്നെ ഞാൻ വന്നത് മെയിൻ സ്റ്റേജിലേക്കാണ്. അവിടെ പ്രോഗ്രാംസ് ഒക്കെ കാണാനായിട്ട് വന്നതാണ്. അവിടെ തിരുവാതിരയായിരുന്നു ഫസ്റ്റ്. അതും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വേറൊരാളെ കണ്ടത്. ഇതാണ് ഞങ്ങളുടെ അനസ്തീഷ്യ മാഡം, രമ്യ മാഡമാണ്, ഡോക്ടർ രമ്യ. പിന്നെ ഇത് കൂടാതെ തീറ്റ മത്സരം ഉണ്ടായിരുന്നു. അതായിരുന്നു ബെസ്റ്റായിട്ടുള്ളത്. പഴമായിരുന്നു അതിനായിട്ട് കൊടുത്തിരുന്നത്. പിന്നെ അടുത്ത് പറയാനുള്ളത് ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. ഫാഷൻ ഷോയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ OTയുടെ ഇൻചാർജ് സിസ്റ്ററിൻ്റെ ഫാഷൻ ഷോയും ഉണ്ടായിരുന്നേ. പിന്നെ അടുത്ത് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ സുന്ദരിക്ക് പൊട്ടുതൊടലാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സുന്ദരിക്ക് പുരുക എഴുത്തായിരുന്നേ. അങ്ങനെ പിന്നെ അടുത്ത് വന്നത് കൈകൊട്ടിക്കളിയായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് പോയത് ഈ വർഷത്തെ ഫസ്റ്റ് ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. വളരെ സൂപ്പറായിട്ടുള്ള ഓണസദ്യയായിരുന്നു. എല്ലാ തൊടുകറികളും എല്ലാം നല്ല സൂപ്പറായിരുന്നു. ഇവിടെ പോയാൽ ഫുഡ് നമുക്ക് മെയിനാണല്ലോ, അത് വിട്ടിട്ടൊരു പരിപാടി വേറെ ഇല്ല. അതും